അധ്യായം 7 ചിരിയും രോഷവും. ഭരണാവകാശത്തെക്കുറിച്ച് പഴുവേട്ടറയരുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ വന്ധ്യദേവൻ ഒരു തീരുമാനമെടുത്തു. ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഇവർക്കാരാണ് അധികാരം? ഈ സഭയിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ. ഇതിലും മികച്ചൊരിടം വേറെയില്ല. ആഴ്വാർക്കടിയൻ എവിടെ വേണമെങ്കിലും പോകട്ടെ, അയാളെക്കുറിച്ചുള്ള ചിന്ത എനിക്കെന്തിന്? ഇന്നിവിടെ എന്തോ രഹസ്യമായ നീക്കം നടക്കാൻ പോകുന്നുണ്ടെന്ന് വന്ധ്യദേവന്റെ മനസ്സിൽ നേരത്തെ തന്നെ തോന്നിയിരുന്നു. ആഴ്വാർക്കടിയാന്റെ വിചിത്രമായ സംസാരരീതി, കോട്ടവാതിലിലെ കാവൽക്കാരുടെ ധാർഷ്ട്യം, ശംഭുവരയരുടെ തണുപ്പൻ മട്ടിലുള്ള സ്വീകരണം, ആവേശം കൊണ്ട് തുള്ളിയ ദേവരാളന്റെ വാക്കുകൾ, ഇതെല്ലാം അവന്റെ ഉള്ളിൽ പല സംശയങ്ങളും ജനിപ്പിച്ചിരുന്നു. ആ സംശയങ്ങളെല്ലാം നീക്കി സത്യം മനസ്സിലാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ദൈവം തന്നിരിക്കുന്നു. ഇത് പാഴാക്കി കളയണോ? എന്റെ ഉറ്റ സുഹൃത്താണെന്ന് ഞാൻ കരുതിയ കന്തമാരം പോലും എന്നിൽ നിന്ന് സത്യം മറച്ചുവെച്ചു. എന്നെ ഉറക്കിക്കിടത്തിയിട്ട് ഈ രഹസ്യസഭയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുകയാണ്. നാളെ ഒന്നു കണ്ടിട്ട് തന്നെ കാര്യം. അപ്പോഴേക്കും താഴെ പഴുവേറ്ററയർ സംസാരിച്ചു തുടങ്ങി. വന്ധ്യദേവൻ ശ്രദ്ധയോടെ കാതുകൊടുത്തു. നിങ്ങൾക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ശംഭുവരയർ ഈ സഭ വിളിച്ചു ചേർത്തത്. സുന്ദരചോള മഹാരാജാവിന്റെ ആരോഗ്യനില വളരെ മോശമാണ്. കൊട്ടാരവൈദ്യന്മാരോട് രഹസ്യമായി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല, അധികകാലം ജീവിച്ചിരിക്കില്ല എന്ന്. അതുകൊണ്ട് ഇനി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ആലോചിച്ചേ മതിയാകൂ. അദ്ദേഹം പറഞ്ഞു നിർത്തി. ജ്യോത്സ്യന്മാരെന്താ പറയുന്നത്? സഭയിൽ ഒരാൾ ചോദിച്ചു. ജ്യോത്സ്യന്മാരെന്തിനാണ്? കുറച്ചു ദിവസങ്ങളായി വൈകുന്നേരങ്ങളിൽ വാനിൽ മാൽനക്ഷത്രം കാണുന്നുണ്ടല്ലോ, അതു മതിയാകില്ലേ? മറ്റൊരാൾ പറഞ്ഞു. പിന്നീട് പഴുവേട്ടറയർ തുടർന്നു. ജ്യോത്സ്യന്മാരോടും ചോദിച്ചു. അവർ കുറച്ചു കാലത്തേക്ക് സമയം നീട്ടുവയ്ക്കുന്നു എന്നേ ഉള്ളൂ. എന്തായാലും അടുത്തതാര് പട്ടാഭിഷേകം ചെയ്യണമെന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചേ മതിയാകൂ. അതിനിനി എന്തിനാണ് ആലോചിക്കുന്നത്? ആദ്യത്തെ കരികാലിന് 2 വർഷം മുമ്പേ യുവരാജ പദവി നൽകിയതല്ലേ? മറ്റൊരു കനത്ത ശബ്ദം മുഴങ്ങി. ശരിയാണ്, പക്ഷേ യുവരാജാവായി അവനെ പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് നമ്മുടെ എല്ലാം അഭിപ്രായം ചോദിച്ചുവെന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും 100 വർഷത്തിലധികമായി 4 തലമുറയായി ചോള സാമ്രാജ്യത്തിന്റെ വളർച്ചയ്ക്കായി അധ്വാനിച്ച പഴയ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. എന്റെ മുത്തശ്ശന്റെ അച്ഛൻ തിരുപ്പുറമ്പയം യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. എന്റെ മുത്തശ്ശൻ വേളൂർ യുദ്ധത്തിൽ ജീവൻ വെടിഞ്ഞു. എന്റെ അച്ഛൻ തക്കോലം യുദ്ധത്തിൽ പ്രാണത്യാഗം ചെയ്തു. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പൂർവികർ ഈ ചോളദേശത്തിന്റെ മേന്മ നിലനിർത്താൻ ജീവൻ ബലി നൽകിയിട്ടുണ്ട്. നമ്മുടെ ഓരോ കുടുംബത്തിലും യുവാക്കൾ യുദ്ധക്കളത്തിൽ മരിച്ചിട്ടുണ്ട്. എന്നും ഈഴദേശത്ത് നമ്മുടെ വംശത്തിൽപ്പെട്ടവരും കുടുംബത്തിൽപ്പെട്ടവരും പോരാടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അടുത്ത യുവരാജാവ് ആരെന്ന് തീരുമാനിക്കുന്നതിൽ മഹാരാജാവ് നമ്മുടെ അഭിപ്രായം ചോദിക്കുന്നത് ആവശ്യമാണെന്ന് കരുതിയില്ല. ദശരഥൻ പോലും രാമന് പട്ടാഭിഷേകം നടത്താൻ മന്ത്രിസഭയെയും സേനാനായകന്മാരെയും സാമന്ത രാജാക്കന്മാരെയും ഉൾപ്പെടെ മന്ത്രിസഭ വിളിച്ചു ചേർത്തു. പക്ഷേ സുന്ദരചോള മഹാരാജാവ് ആരുടെയും അഭിപ്രായം തേടേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. നമ്മളോട് അഭിപ്രായം ചോദിച്ചില്ലായിരിക്കാം, പക്ഷെ ആരോടും അഭിപ്രായം ചോദിച്ചില്ലെന്ന് ഇവര് പറയുന്നത് ശരിയല്ല. മുതിർന്ന രാജ്ഞിയായ ചെമ്പിയൻ മഹാദേവിയുടെയും ഇളയരാജ്ഞിയായ കുന്തുവയുടെയും അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അതില്ലെന്ന് പഴുവേട്ടറയർക്ക് പറയാൻ കഴിയുമോ? പരിഹാസത്തോടെ ഒരാൾ ചോദിച്ചപ്പോൾ സഭയിൽ ചിലർ ചിരിച്ചു. ഹാ, നിങ്ങൾ ചിരിക്കുന്നു. നിങ്ങൾക്കെങ്ങനെ ചിരിക്കാൻ തോന്നുന്നു എന്നെനിക്കറിയില്ല. ഓർക്കുമ്പോഴെല്ലാം എന്റെ വയറ്റിൽ തീയാളുന്നു, രക്തം തിളയ്ക്കുന്നു. എന്തിനാണ് ഈ നാണം കെട്ട ജീവിതം ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു. ഇന്ന് ആവേശം വെന്നാടിയ ദേവരാളൻ ദുർഗയ്ക്ക് നരബലി വേണമെന്ന് പറഞ്ഞു. 1000 വർഷം പഴക്കമുള്ള രാജവംശത്തിൽ പിറന്ന ഒരാളുടെ നരബലി വേണമെന്ന് പറഞ്ഞു. എന്നെ ബലി നൽകിക്കോളൂ. എന്റെ വംശം 1000 വർഷത്തിലധികം പഴക്കമുള്ളതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വാളുകൊണ്ട് എന്റെ കഴുത്തിൽ വെട്ടി ബലി നൽകിക്കോളൂ. ദേവി ദുർഗ സംതൃപ്തയാക്കും. എന്റെ ആത്മാവും ശാന്തി നേടും. അങ്ങനെ ആവേശം കൊണ്ട് തുള്ളിയ ദേവരാളനെപ്പോലെ രോഷത്തോടെ പഴുവേട്ടറയർ പറഞ്ഞു നിർത്തി. കുറച്ചുനേരം മൗനം തളം കെട്ടി നിന്നു. പടിഞ്ഞാറൻ കാറ്റ് വിർ എന്നടിക്കുന്ന ശബ്ദവും കാറ്റിൽ കോട്ടമതിലിന് പുറത്തുള്ള മരങ്ങളാടുന്ന മർമര ശബ്ദവും മാത്രമേ കേട്ടു. തെറ്റായി സംഭവിച്ച ഈ പരിഹാസവും അതിന്റെ ചിരിയും പഴുവൂര് രാജാവ് ക്ഷമിക്കണം. അങ്ങ് ഞങ്ങളുടെ എല്ലാം നേതാവാണ്. അങ്ങ് കൽപ്പിക്കുന്നത് എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങ് കാട്ടിയ വഴിയിൽ ഞങ്ങൾ നടക്കും. ദയവായി ഞങ്ങളോട് ക്ഷമിക്കണം. ശംഭുവരയർ വികാരാധീനനായി പറഞ്ഞു. എനിക്കും കുറച്ചൊന്ന് ക്ഷമ നശിച്ചു. അതിന് ഞങ്ങളോട് ക്ഷമിക്കണം. ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ. കൃത്യം 100 വർഷം മുമ്പ് വിജയലയ ചോളൻ മുത്തരേരെ തോൽപ്പിച്ച് തഞ്ചാവൂർ പിടിച്ചടക്കി തിരുപ്പുറമ്പയം യുദ്ധത്തിൽ പല്ലവ സൈന്യത്തെ സഹായിച്ച് മധുരപാണ്ഡ്യന്റെ സൈന്യത്തെ നശിപ്പിച്ചു. അന്നു മുതൽ ചോള സാമ്രാജ്യം ഓരോ ദിവസവും വളുത്തുവരുന്നത്. കാവേരി നദിക്ക് ചിറകിട്ടിയ കരികാലച്ചോളന്റെ കാലത്ത് പോലും ചോള സാമ്രാജ്യം ഇത്രയും വലുതായിരുന്നില്ല.
ഇന്ന് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് തുംഗഭദ്രേ കൃഷ്ണാനദി വരെ ചോള സാമ്രാജ്യം വ്യാപിച്ചു കിടക്കുന്നു. തെക്ക് ഈഴവും വടക്ക് ഇരട്ടൈ മണ്ഡലവും വേങ്കിയും ഇതിനോടകം നമുക്ക് കീഴടങ്ങുന്നതാകണം. അങ്ങനെ കീഴ്പ്പെടാത്തതിന്റെ കാരണങ്ങൾ ഞാൻ പറയേണ്ടതില്ല. അതെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. അതെ, എല്ലാവർക്കും അറിയാം. ഈഴവും ഇരട്ടൈപ്പാടിയും വേങ്കിയും കലിംഗവും കീഴ്പ്പെടാത്തതിന് 2 കാരണങ്ങളുണ്ട്. ഒരു കാരണം വടക്കൻ സൈന്യത്തിന്റെ നായകനായ യുവരാജാവ് ആദിത്യൻ കരികാലനാണ്. മറ്റൊന്ന് തെക്കൻ സൈന്യത്തിന്റെ നായകനായ അദ്ദേഹത്തിന്റെ അനുജൻ അരുൾമൊഴിവർമ്മനാണ്. മഴവരയർ പറയുന്ന കാരണം ഞാൻ അംഗീകരിക്കുന്നു. കഴിഞ്ഞ 100 വർഷങ്ങളായി ഈ ചോളനാട്ടിൽ സേനാപതിയെ നിയമിക്കുന്ന രീതി വ്യത്യസ്തമായിരുന്നു. പല യുദ്ധങ്ങളിൽ പങ്കെടുത്തവരും അനുഭവസമ്പത്തുള്ളവരുമായ വീരന്മാരെയാണ് സേനാപതിമാരായും സൈന്യത്തിന്റെ നായകന്മാരായും നിയമിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചതെന്താണ്? മൂത്ത യുവരാജാവ് വടക്കൻ സൈന്യത്തിന്റെ സേനാപതിയാണ്. എന്നിട്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഇരട്ടൈ മണ്ഡലത്തിനു നേരെയും വേങ്കിനാടിനു നേരെയും യുദ്ധത്തിനു പോകുന്നില്ല. കാഞ്ചീപുരത്തിൽ നിന്നുകൊണ്ട് സ്വർണത്തിൽ കൊട്ടാരം പണിയുകയാണ്. വീരന്മാരുടെ കുലത്തിൽ പിറന്ന ധീരരായ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഇതിനു മുൻപ് തമിഴകത്തിൽ ഏതെങ്കിലും രാജാവ് സ്വന്തമായി താമസിക്കാൻ സ്വർണത്തിൽ കൊട്ടാരം പണിതിട്ടുണ്ടോ? ലോകമെങ്ങും പ്രശസ്തനായ മധുരയും ഈഴവും പിടിച്ചടക്കിയ പരാന്തക ചക്രവർത്തി പോലും സ്വന്തമായി താമസിക്കാൻ സ്വർണത്തിൽ കൊട്ടാരം പണിതിട്ടില്ല. ദില്ലയിലെ ചിറ്റമ്പരത്തിനു വേണ്ടിയാണ് അദ്ദേഹം സ്വർണത്തിൽ മേൽക്കൂര പണിതത്. പക്ഷേ യുവരാജാവ് ആദിത്യ കരികാലൻ സ്വന്തമായി താമസിക്കാൻ കാഞ്ചീപുരത്ത് സ്വർണത്തിൽ കൊട്ടാരം പണിയുകയാണ്. പല്ലവ ചക്രവർത്തിമാർ തലമുറകളായി താമസിക്കുകയും ഭരണം നടത്തുകയും ചെയ്ത കൊട്ടാരങ്ങൾ അദ്ദേഹത്തിന്റെ നിലവാരത്തിന് പോരത്രേ. സ്വർണത്തിൽ മെനഞ്ഞെടുത്ത കൊട്ടാരം പണിയുന്നു. രത്നങ്ങളും വൈഢൂര്യങ്ങളും ആ സ്വർണക്കൊട്ടാരത്തിന്റെ ഭിത്തികളിൽ പതിക്കുന്നു. ഗംഗാവാടിയിലും നുളമ്പുപാടിയിലും കുടകിലുമെല്ലാം വിജയിച്ച് പിടിച്ചെടുത്ത സാധനങ്ങളിൽ ഒരു ചെമ്പ് കാശുപോലും അദ്ദേഹം ഇതുവരെ രാജ്യത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് അയച്ചിട്ടില്ല. സ്വർണക്കൊട്ടാരത്തിന്റെ പണി കഴിഞ്ഞോ? അതെ, കഴിഞ്ഞുവെന്ന് എന്റെ രഹസ്യചാരന്മാർ വഴി ഞാൻ അറിഞ്ഞു. അതോടൊപ്പം സുന്ദരചോള മഹാരാജാവിന് അദ്ദേഹത്തിന്റെ മൂത്ത പുത്രനിൽ നിന്ന് കത്തുകളും വന്നു. പുതുതായി നിർമ്മിച്ച സ്വർണക്കൊട്ടാരത്തിൽ സുന്ദരചോള മഹാരാജാവ് കുറച്ചുകാലം താമസിക്കണമെന്ന്. മഹാരാജാവ് കാഞ്ചീപുരത്തേക്ക് പോകുമോ? ഒരാൾ ആശങ്കയോടെ ചോദിച്ചു. അത്തരം ചിന്തകൾ നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ സംഭവിക്കാതെ നോക്കാൻ ഞാനുണ്ട്. തഞ്ചാവൂർ കോട്ടയുടെ കാവൽക്കാരനായ എന്റെ സഹോദരനുമുണ്ട്. ചെറിയ പഴുവേറ്റരയന്റെ അനുമതിയില്ലാതെ ആർക്കും തഞ്ചാവൂർ കോട്ടയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. എന്നെ അറിയിക്കാതെ ആർക്കും മഹാരാജാവിനെ കാണാനും സാധിക്കില്ല. കത്തുകൾ നൽകാനും കഴിയില്ല. ഇതുവരെ 2-3 തവണ വന്ന കത്തുകൾ ഞാൻ തടഞ്ഞുവെച്ചു. പഴുവേട്ടരയർക്ക് ജയ്, പഴൂർ രാജാവിന്റെ ബുദ്ധിക്ക് ജയ്, അദ്ദേഹത്തിന്റെ ധീരതയ്ക്ക് ജയ് എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. ഇനിയും കേൾക്കൂ. യുവരാജാവ് ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ ഈഴത്തിൽ യുദ്ധം ചെയ്യാൻ പോയ യുവരാജാവ് അരുൾമൊഴിവർമ്മൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വിചിത്രമാണ്. യുദ്ധത്തിന്റെ നിയമങ്ങളെക്കുറിച്ച് നമ്മൾക്കറിയാവുന്നത് എന്താണ്? പാരമ്പര്യമായി 100 കണക്കിന് വർഷങ്ങളായി നമ്മുടെ പൂർവികർ പിന്തുടർന്നിരുന്നത് എന്താണ്? നമ്മുടെ സൈന്യം മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാൻ പോകുമ്പോൾ അവർക്കാവശ്യമായ ഭക്ഷണസാധനങ്ങൾ ആ രാജ്യങ്ങളിൽ നിന്ന് തന്നെ നേടണം. ആ രാജ്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങൾ ഉപയോഗിച്ച് സൈനികർക്ക് വേതനം നൽകണം. ബാക്കിയുള്ളവ രാജ്യത്തിന്റെ തലസ്ഥാനത്തുള്ള ഭണ്ഡാരത്തിലേക്ക് അയക്കണം. എന്നാൽ യുവരാജാവ് അരുൾമൊഴിവർമ്മൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഈഴദേശത്തുള്ള നമ്മുടെ സൈനികർക്കെല്ലാം ഇവിടെ നിന്ന് കപ്പലുകളിൽ ഭക്ഷണം അയക്കണമത്രേ. 1 വർഷമായി ഞാനും 10 തവണ പല കപ്പലുകളിലായി ഭക്ഷണം അയച്ചു കൊടുത്തു. അത്ഭുതം, അത്ഭുതം, ഈ അനീതി സഹിക്കാൻ കഴിയില്ല, ഇങ്ങനെ കേട്ടിട്ടേയില്ല എന്നിങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉയർന്നു. ഈ വിചിത്രമായ കാര്യത്തിന് യുവരാജാവ് അരുൾമൊഴിവർമ്മൻ പറയുന്ന കാരണം എന്താണെന്ന് കേൾക്കൂ. യുദ്ധത്തിന് പോയ രാജ്യത്തുള്ള ജനങ്ങളിൽ നിന്ന് ഭക്ഷണസാധനങ്ങൾ പിടിച്ചെടുക്കുന്നത് അവരെ അതൃപ്തരാക്കുമത്രേ. ഈഴരാജകുടുംബവുമായിട്ടാണ് നമുക്ക് യുദ്ധമെന്നും അവിടുത്തെ സാധാരണക്കാരുമായി യാതൊരു യുദ്ധവുമില്ലെന്നും പറയുന്നു. അതുകൊണ്ട് അവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുതത്രേ. രാജകുടുംബവുമായി യുദ്ധം ചെയ്ത് വിജയിച്ച ശേഷം ജനങ്ങളുടെ സമ്മതത്തോടെ ഭരണം നടത്തണമത്രേ. അതുകൊണ്ട് പണവും ഭക്ഷണവും ഇവിടെ നിന്നയക്കണം. ഈ സമയം സഭയിൽ ഒരാൾ പറഞ്ഞു, യുദ്ധം ചെയ്യാൻ പോയ രാജ്യങ്ങളിലെ ജനങ്ങളോട് ഒന്നും ചോദിക്കരുതെന്നോ അവരുടെ കാൽ കീഴിൽ വീണ് നമസ്കരിക്കണമെന്നോ പറയുന്ന ഈ ഒരു യുദ്ധനീതിയെക്കുറിച്ച് ഞങ്ങളിതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ടുള്ള ദോഷവും കേൾക്കൂ. 2 യുവരാജന്മാരും ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങൾ കാരണം തഞ്ചാവൂർ കോട്ടയിലെ പണവും ധാന്യങ്ങളും വളരെ വേഗം കുറഞ്ഞു പോകുന്നു. നിങ്ങൾക്കെല്ലാം കൂടുതലും നികുതി ചുമത്താൻ എനിക്ക് നിർബന്ധിതനാകേണ്ടി വരുന്നു. ഇതിനു വേണ്ടിയാണ് എന്നെ രാജ്യഭരണത്തിലുള്ള അധികാരിയായി നിയമിച്ചിരിക്കുന്നത്.
ചോള സാമ്രാജ്യത്തിൻ്റെ മേന്മയാണ് ഏറ്റവും പ്രധാനമെന്ന് ഞാൻ കരുതിയിരുന്നെങ്കിൽ ഞാൻ ഈ സ്ഥാനം എന്നേ ഉപേക്ഷിച്ചേണേ. പാടില്ല, പാടില്ല. പഴുവൂർ ദേവൻ ഞങ്ങളെ അങ്ങനെ ഉപേക്ഷിക്കരുത്. ആയിരക്കണക്കിന് വീരന്മാർ 4 തലമുറകളായി സ്വന്തം രക്തം ചിന്തി സ്ഥാപിച്ച ചോള സാമ്രാജ്യം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയിന്ന് വരും, ശംഭുരേർ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എനിക്ക് ഉപദേശം നൽകണം. സ്ത്രീഭരണം അതക്കാൾ അധപ്പതിച്ചതായ ഈ രാജ്യത്തെ രക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയണം, പഴുവൂർ രാജാവ് പറഞ്ഞു. അധ്യായം 8. പല്ലക്കിൽ ആര്. 1500 വർഷം പഴക്കമുള്ള വീരനാരായണ തടാകത്തിന്റെ ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് നോക്കുമ്പോൾ ആഴങ്ങളിലെല്ലാം പുരാതന ചരിത്രത്തിന്റെ പ്രതിഫലനം കാണാം. ചോളഭൂമിയുടെ അതിരുകളെ തൊട്ടുനിൽക്കുന്ന ആ തടാകത്തിന്റെ നിശബ്ദമായ ഭംഗി വാനിലെ ചന്ദ്രനെപ്പോലും വിസ്മയിപ്പിക്കുന്നു. അത്തരമൊരു രാത്രിയിൽ കൊടുംകാട്ടിന്റെ ആരവങ്ങൾക്കിടയിൽ ചോളസാമ്രാജ്യത്തിന്റെ ഭാവി നിർണയിക്കാൻ ഒരു കൂട്ടം പ്രഭുക്കന്മാരും സൈന്യാധിപന്മാരും രഹസ്യമായി ഒത്തുകൂടി. അവരുടെ സംസാരം തുടക്കത്തിൽ അത്ര വ്യക്തമല്ലായിരുന്നെങ്കിലും ആ സംസാരത്തെ ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരുന്ന വന്ധ്യത്തേവന്റെ കാതുകളിൽ കാര്യങ്ങൾ പതിയെ പതിയെ വ്യക്തമായി തുടങ്ങി. സദസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ശംഭുവരയർ ഉയർന്ന ശബ്ദത്തിൽ പറഞ്ഞു, പഴുവൂർ തമ്പുരാൻ ചോദിച്ചതിന് നമുക്കൊരു മറുപടി വേണ്ടേ? ഓരോരുത്തരും ഓരോന്നു പറഞ്ഞാൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ടു പോകും? പാതിരാത്രി കഴിഞ്ഞു, ഇതാ ചന്ദ്രനും വന്നു കഴിഞ്ഞു. എനിക്കൊരു സംശയമുണ്ട്. അതെന്റെ മനസ്സിൽ മാത്രമല്ല, ഇവിടെയുള്ള പലരുടെയും മനസ്സിലുണ്ടാവാം. പഴുവൂർ തമ്പുരാന് ദേഷ്യം വരില്ലെങ്കിൽ ഞാനത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഖനം കുറഞ്ഞൊരു ശബ്ദം മുന്നിൽ നിന്നുയർന്നു. ഇപ്പോൾ സംസാരിക്കുന്നത് വണങ്കാമുടി തമ്പുരാനല്ലേ? എഴുന്നേറ്റ് വെളിച്ചത്തേക്ക് വരൂ, പഴുവേട്ടരയർ പറഞ്ഞു. അതെ, ഞാൻ തന്നെയാണ്. ദാ ഞാൻ വെളിച്ചത്തേക്ക് വന്നിട്ടുണ്ട്. എന്റെ കോപമെല്ലാം ഞാൻ യുദ്ധക്കളത്തിൽ ശത്രുക്കളോടാണ് കാണിക്കാറുള്ളത്. എന്റെ സ്നേഹിതരോട് ഞാൻ ദേഷ്യപ്പെടാറില്ല. അതുകൊണ്ട് മനസ്സിലുള്ളതെന്താണെങ്കിലും തുറന്നു ചോദിക്കാം. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കാം. സുന്ദരചോള മഹാരാജാവിന്റെ പേരിൽ പഴുവേട്ടരയർ എന്തു കുറ്റമാണോ പറയുന്നത്, അതേ കുറ്റം ചിലർ പഴുവേട്ടരയരുടെ മേലും ആരോപിക്കുന്നുണ്ട്. ഞാനത് വിശ്വസിക്കുന്നില്ലെങ്കിലും ഈ അവസരത്തിൽ അത് ചോദിച്ച് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്താണ്? എങ്ങനെയാണ്? വിശദമായി പറയണം. 2 വർഷം മുൻപ് പഴുവൂർ തമ്പുരാൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇത് കേട്ടയുടനെ ശംഭുവരയർ കോപത്തോടെ പറഞ്ഞു, വണങ്കാമുടി തമ്പുരാൻ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നു. നമ്മുടെ മഹാപ്രഭുവും പ്രധാന അതിഥിയുമായ അദ്ദേഹത്തോട് ഇത്തരമൊരു ചോദ്യം ചോദിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. ശംഭുവരയരെ, ഞാൻ ക്ഷമയോടെ ഇരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. വണങ്കാമുടിക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ളത് തുറന്നു ചോദിക്കട്ടെ. മനസ്സിൽ വെച്ച് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് ചോദിച്ച് തീർക്കുന്നതാണ്. 55 വയസ്സിനു ശേഷം ഞാനൊരു സ്ത്രീയെ വിവാഹം ചെയ്തത് സത്യമാണ്. ഞാനത് പൂർണ്ണമായും സമ്മതിക്കുന്നു. എന്നാൽ ഞാൻ യുഗപുരുഷനായ രാമനാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. 7ാം രാമനാണെന്നും ഞാൻ അവകാശപ്പെട്ടിട്ടില്ല. ആ സ്ത്രീ എന്നെ സ്നേഹിച്ചു, ഞാനും അവളെ സ്നേഹിച്ചു. പുരാതന തമിഴ്നാട്ടിലെ രീതിയനുസരിച്ച് ഞങ്ങൾ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു. ഇതിലെന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. പല ശബ്ദങ്ങളും ഒരുമിച്ചുയർന്നു. വിവാഹം ചെയ്തത് തെറ്റാണെന്ന് ഞാനും പറയുന്നില്ല. നമ്മളിൽ ആരാണ് ഏകപത്നി വ്രതം അനുഷ്ഠിക്കുന്നവർ? പക്ഷേ എന്ത് പക്ഷേ? മടികൂടാതെ മനസ്സിലുള്ളത് തുറന്നു ചോദിക്കൂ. വിവാഹം കഴിച്ച യുവരാണിയുടെ വാക്കുകൾ കേട്ടാണ് എല്ലാ കാര്യങ്ങളിലും പഴുവേട്ടരയർ തീരുമാനങ്ങളെടുക്കുന്നതെന്ന് ചിലർ പറയുന്നു. രാഷ്ട്രീയ കാര്യങ്ങളിൽ പോലും യുവരാണിയുടെ അഭിപ്രായം തേടുന്നു എന്നും പറയുന്നു. പഴുവേട്ടരയർ പോകുന്നിടത്തെല്ലാം യുവരാണിയെയും കൂടെ കൊണ്ടുപോകാറുണ്ടെന്നും പറയുന്നു. ഇത് കേട്ട് സദസ്സിൽ കൂട്ടച്ചിരി ഉയർന്നു. ശംഭുവരയർ ചാടിയെഴുന്നേറ്റ്, ചിരിച്ചതാരാണ്? ഉടൻ തന്നെ മുന്നോട്ട് വന്ന് ചിരിക്കാനുള്ള കാരണം പറയൂ എന്നലറിക്കൊണ്ട് വാളൂരിയെടുത്തു. ഞാനാണ് ചിരിച്ചത്, പരിഭ്രമിക്കാതെ ശംഭുവരയരെ എന്ന് പഴുവേട്ടരയർ പറഞ്ഞു. തുടർന്ന് അദ്ദേഹം, വണങ്കാമുടി തമ്പുരാനെ, ഞാൻ വിവാഹം കഴിച്ച് എന്റെ ഭാര്യയെ ഞാൻ പോകുന്നിടത്തെല്ലാം കൂടെ കൊണ്ടുപോകുന്നത് ഒരു തെറ്റാണോ? ഞാൻ അവളെ പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകാറുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഞാൻ യുവരാണിയുടെ അഭിപ്രായം തേടാറുണ്ട് എന്നത് തെറ്റാണ്. ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെയെങ്കിൽ എനിക്കൊരു സംശയം കൂടി ദൂരീകരിക്കാൻ പഴുവൂർ തമ്പുരാനോട് അഭ്യർത്ഥിക്കണം. അന്തഃപുരത്തിലുണ്ടായിരിക്കേണ്ട പല്ലക്ക് ഇവിടെ നമ്മൾ രഹസ്യമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ഇടത്ത് എന്തിനു വന്നു? പല്ലക്കിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ അല്പസമയം മുൻപ് കേട്ട ചുമയ്ക്കുന്ന ശബ്ദവും വളക്കിലുക്കവും എവിടെ നിന്നാണ് വന്നത്?
വണങ്കാമുടി തമ്പുരാൻ ഇത് ചോദിച്ചപ്പോൾ സദസ്സിലൊരു നിശബ്ദത തളം കെട്ടിനിന്നു. പലരുടെയും മനസ്സിൽ ഇതേ ചോദ്യവും സംശയവും ഉയർന്നതുകൊണ്ട് വണങ്കാമുടി തമ്പുരാനോട് ഉടൻ തന്നെ എതിർത്ത് സംസാരിക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. ശംഭുവരയരുടെ ചുണ്ടുകൾ എന്തൊക്കെയോ മന്ത്രിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ഒരു വാക്കും പുറത്തു വന്നില്ല. ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് പഴുവേട്ടരയർ ഗംഭീര ശബ്ദത്തിൽ പറഞ്ഞു, വളരെ നല്ല ചോദ്യം. അതിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഈ സദസ്സു പിരിയുന്നതിനു മുൻപ് നിങ്ങളുടെ സംശയം ഞാൻ തീർത്തു തരാം. അല്പസമയം കൂടി ക്ഷമയോടെ കാത്തിരിക്കാമല്ലോ. എന്നിൽ നിങ്ങൾക്ക് അത്രയധികം വിശ്വാസമുണ്ടല്ലോ. ഉണ്ട്, പഴുവേട്ടരയറിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പല ശബ്ദങ്ങളും ഒരുമിച്ചുയർന്നു. മറ്റുള്ളവരെക്കാൾ പഴുവേട്ടരയരോട് എനിക്ക് ഭക്തിയും ബഹുമാനവും കുറവാണെന്ന് ആരും കരുതരുത്. അദ്ദേഹം മനസ്സു തുറന്ന് ചോദിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ലാത്തപക്ഷം അദ്ദേഹം ഇട്ട ഏതൊരു കൽപ്പനയും നിറവേറ്റാൻ ഞാൻ തയ്യാറാണ്. ഈ നിമിഷം എന്റെ ജീവൻ നൽകാൻ പറഞ്ഞാലും ഞാൻ തയ്യാറാണ്. വണങ്കാമുടി മുനയരയർ പറഞ്ഞു. വണങ്കാമുടി തമ്പുരാന്റെ മനസ്സ് എനിക്കറിയാം. നിങ്ങളെല്ലാവരും എന്നിൽ വെച്ചിരിക്കുന്ന വിശ്വാസവും എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്തിനാണോ ഇവിടെ കൂടിയത് അതിനെക്കുറിച്ച് ആദ്യം തീരുമാനമെടുക്കാം. സുന്ദരചോള മഹാരാജാവ് ചിരഞ്ജീവിയായി ഈ ലോകത്തിൽ ജീവിച്ച് ചോള സാമ്രാജ്യം ഭരിക്കട്ടെ. പക്ഷേ ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, വൈദ്യന്മാരുടെ വാക്ക് സത്യമായാൽ, കുറച്ചുകാലമായി കണ്ടുവരുന്ന വാൽനക്ഷത്രം പോലുള്ള അപശകുനങ്ങളെല്ലാം യാഥാർത്ഥ്യമായാൽ, അടുത്തതായി ഈ ചോള സാമ്രാജ്യത്തിന്റെ കിരീടാവകാശി ആരാണെന്ന് നമ്മൾ തീരുമാനമെടുക്കണം. ആ വിഷയത്തിൽ അങ്ങയുടെ അഭിപ്രായം അറിയിക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിപ്രായത്തിന് എതിർത്ത് സംസാരിക്കാൻ ഈ സദസ്സിൽ ആരുമില്ല. അത് ശരിയല്ല. ഓരോരുത്തരും ചിന്തിച്ച് അവരവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കണം. കുറച്ച് പഴയ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മഹാധീവനും മഹാജ്ഞാനിയും പുണ്യപുരുഷനുമായ കണ്ഠരാദിത്യദേവർ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് 24 വർഷം മുൻപ് മരിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പുത്രൻ മധുരാന്തകദേവർക്ക് 1 വയസ്സു മാത്രമായിരുന്നു പ്രായം. അതിനാൽ അദ്ദേഹത്തിന്റെ അനുജനായ അരിഞ്ചിയദേവർ കിരീടാവകാശിയാകണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയും പട്ടമഹിഷിയുമായ സെമ്പിയന്മാദേവി ഞങ്ങളെ അറിയിച്ചിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ അരിഞ്ചിയ ചോളനെ കിരീടമണിയിച്ച് ചക്രവർത്തി പദത്തിലിരുത്തി. പക്ഷെ വിധിദോഷം കാരണം അരിഞ്ചിയ ചക്രവർത്തി 1 വർഷത്തിൽ കൂടുതൽ ചോളസിംഹാസനത്തിൽ ഇരുന്നില്ല. അരിഞ്ചിയ ചോളന്റെ മൂത്ത പുത്രൻ പരാന്തകസുന്ദരചോളന് 20 വയസ്സായിരുന്നു പ്രായം. അതിനാൽ രാജ്യത്തിന്റെ നന്മയെ മുൻനിർത്തി മന്ത്രിമാരും സാമന്തന്മാരും നാടുവാടികളും നഗരപ്രമുഖരും കൂറ്റത്തലവന്മാരും ചേർന്ന് ആലോചിച്ച് പരാന്തകസുന്ദരചോളനെ കിരീടമണയിച്ചു. ഇതിൽ ആർക്കും വിഷമിക്കാനിടയില്ല. കാരണം 2 വർഷം മുൻപ് വരെ സുന്ദരചോള മഹാരാജാവ് ഒരു തെറ്റും കൂടാതെ രാജ്യം ഭരിച്ചു. നമ്മളെ എല്ലാവരെയും നന്നായി ബഹുമാനിച്ച അഭിപ്രായങ്ങൾ തേടി രാജ്യം ഭരിച്ചു. അതുകൊണ്ട് ചോളരാജ്യം കൂടുതൽ വിസ്തൃതമായി. ഇപ്പോൾ സുന്ദരചോള മഹാരാജാവിന്റെ ആരോഗ്യനില മോശമായിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ അടുത്ത കിരീടാവകാശി ആരാണ്? കണ്ഠരാദിത്യദേവറിന്റെ പുത്രനായ മധുരാന്തകന് ഇപ്പോൾ രാജ്യഭരണം നടത്താനുള്ള പ്രായമായി. അറിവ്, വിദ്യാഭ്യാസം, സ്വഭാവം, ഭക്തി എന്നിവയിലെല്ലാം അദ്ദേഹം കിരീടത്തിനർഹനാണ്. അദ്ദേഹത്തെക്കാൾ 1 വയസ്സു മാത്രം ഇളയവനായ ആദിത്യ കരികാലൻ കാഞ്ചിയിൽ വടക്കൻ സൈന്യത്തിന്റെ സേനാപതിയായി കഴിയുന്നു. ഈ 2 പേരിൽ ആരാണ് കിരീടാവകാശിയാകാൻ അർഹൻ? കുലമര്യാദ എന്താണ്? മനുനീതി എന്താണ്? തമിഴ്നാടിന്റെ പഴയകാല പാരമ്പര്യമെന്താണ്? മൂത്തവന്റെ പുത്രനായ മധുരാന്തകൻ കിരീടാവകാശിയാകുകയാണോ ശരി, അല്ലെങ്കിൽ ഇളയവന്റെ ചെറുമകൻ കിരീടാവകാശിയാകുകയാണോ ശരി? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയൂ. മൂത്തവനായ കണ്ഠരാദിത്യദേവന്റെ പുത്രനായ മധുരാന്തകനാണ് കിരീടത്തിനർഹൻ. അതാണ് നീതി, ധർമ്മം, മര്യാദ. ശംഭുവരയർ പറഞ്ഞു. എന്റെ അഭിപ്രായവും അതുതന്നെയാണ് എന്ന് സദസ്സിലുള്ള ഓരോരുത്തരും പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ് എന്റെയും അഭിപ്രായം. മധുരാന്തകന് തന്നെയാണ് കിരീടമർഹിക്കുന്നത്. എന്നാൽ ആ അവകാശം സ്ഥാപിച്ചെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കാൻ തയ്യാറാണോ? ശരീരവും സമ്പത്തും ആത്മാവും ത്യജിച്ചു പോരാടാൻ തയ്യാറാണോ? ഈ നിമിഷം ദുർഗയുടെ കാൽക്കൽ സത്യം ചെയ്ത് അങ്ങനെ പ്രതിജ്ഞയെടുക്കാൻ തയ്യാറാണോ? പഴുവേട്ടരയർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അതുവരെയുണ്ടായിരുന്നില്ലാത്ത ഒരു ആവേശം മുഴങ്ങി. സദസ്സിൽ അല്പസമയം നിശബ്ദത തളം കെട്ടിനിന്നു. പിന്നീട് ശംഭുവരയർ, അതേപോലെ ദൈവസാക്ഷിയായി പ്രതിജ്ഞ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ പ്രതിജ്ഞയെടുക്കുന്നതിനു മുൻപ് ഒരു കാര്യമങ്ങ് വ്യക്തമാക്കണം.
യുവരാജാവ് മധുരാന്തകന്റെ അഭിപ്രായമെന്താണ്? അദ്ദേഹം സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിക്കാൻ തയ്യാറാണോ? കണ്ഠരാതി തന്റെ തപസ്സുകൊണ്ടുണ്ടായ മകൻ ലോകജീവിതത്തെ വെറുത്ത് ശിവഭക്തിയിൽ മുഴുകിയിരിക്കുകയാണെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു. രാജ്യഭരണത്തിൽ അദ്ദേഹത്തിന് താൽപ്പര്യമില്ലെന്ന് പലരും പറയുന്നതും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മ സെമ്പ്യൻ മാദേവി തന്റെ മകൻ കിരീടാവകാശിയാകുന്നതിനെ തീർത്തും എതിർക്കുന്നുണ്ടെന്നും ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള സത്യം അങ്ങയിൽ നിന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വളരെ നല്ല ചോദ്യം. ശരിയായ സമയത്ത് തന്നെ ചോദിച്ചു. ഇത് വ്യക്തമാക്കാനുള്ള കടമ എനിക്കുണ്ട്. മുൻപ് തന്നെ പറയേണ്ടതായിരുന്നു. പറയാൻ മറന്നതിന് എന്നോട് ക്ഷമിക്കണം എന്നാമുഖമായി പറഞ്ഞുകൊണ്ട് പഴുവേറ്റരയർ പറഞ്ഞു തുടങ്ങി. തന്റെ ഏകപുത്രനെ രാജ്യഭരണമോഹത്തിൽ നിന്ന് മാറ്റി ശിവഭക്തിമാർഗത്തിലെത്തിക്കാൻ സെമ്പ്യന്മാദേവി ശ്രമിച്ചിരുന്നത് രാജ്യത്തിനറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇതിന്റെ കാരണമെന്താണെന്ന് നാടിനറിയില്ല, ജനങ്ങൾക്കും അറിയില്ല. മധുരാന്തകന് രാജ്യഭരണത്തിൽ താൽപ്പര്യമുണ്ടെന്നറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവനുപോലും അപകടം വരുമെന്ന് ആ വലിയ റാണി ഭയപ്പെട്ടതാണ് കാരണം. ആഹാ, അങ്ങനെയോ എന്നീ ചോദ്യങ്ങൾ സദസ്സിൽ നിന്നുയർന്നു. അതെ, പെറ്റ അമ്മയ്ക്ക് തന്റെ ഏകപുത്രൻ സിംഹാസനത്തിലിരിക്കാനുള്ള ആഗ്രഹത്തേക്കാൾ മകൻ ജീവിച്ചിരിക്കാനുള്ള ആഗ്രഹമല്ലേ കൂടുതലുണ്ടാവുക? അമ്മയുടെ വാക്ക് ദൈവത്തിന്റെ വാക്കായി കണക്കാക്കിയ മധുരാന്തകനും തന്റെ മനസ്സിനെ ലോകജീവിതത്തെ വെറുക്കുന്ന മാർഗത്തിലേക്ക് തിരിച്ചുവിട്ടിരുന്നു. ശിവഭക്തിയിൽ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നു. എന്നാൽ കുറച്ചുകാലമായി അദ്ദേഹത്തിന്റെ മനസ്സ് പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ചോളസാമ്രാജ്യം തനിക്ക് സ്വന്തമാണ്, അത് സംരക്ഷിക്കേണ്ടത് തന്റെ കടമയാണ് എന്ന ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നറിഞ്ഞാൽ ശരിയായ സമയത്ത് പരസ്യമായി മുന്നോട്ടു വരാൻ അദ്ദേഹം തയ്യാറാണ്. ഇതിനെന്താണ് തെളിവ്? നിങ്ങൾക്കെല്ലാവർക്കും തൃപ്തി നൽകുന്ന ഒരു തെളിവ് ഇപ്പോൾ തന്നെ ഞാൻ നൽകാം. നൽകിയാൽ നിങ്ങളെല്ലാവരും പ്രതിജ്ഞയെടുക്കാൻ തയ്യാറാണോ? പല ശബ്ദങ്ങളും തയ്യാറാണ് തയ്യാറാണ് എന്ന് മുഴങ്ങി. ആരുടെ മനസ്സിലും മറ്റൊരു സംശയവുമില്ലല്ലോ? ഇല്ല, ഇല്ല. അങ്ങനെയെങ്കിൽ ദാ തെളിവ് ഞാൻ കൊണ്ടുവരാം. വണങ്കാമുടി മുനയരയരുടെ സംശയവും ഇപ്പോൾ തന്നെ ഞാൻ തീർത്തുതരാം എന്ന് കഴിഞ്ഞുകൊണ്ട് പഴുവേറ്റരയർ എഴുന്നേറ്റു ഗംഭീരമായി നടന്ന് അടുത്തുവച്ചിരുന്ന മൂടിയ പല്ലക്കിന്റെ അടുത്തേക്കു പോയി. യുവരാജാവേ, പല്ലക്കിന്റെ തിരശീല മാറ്റി പുറത്തേക്ക് എഴുന്നള്ളണം. അങ്ങയ്ക്കു വേണ്ടി ശരീരവും സമ്പത്തും ആത്മാവും അർപ്പിക്കാൻ തയ്യാറായ ഈ വീരന്മാർക്ക് അങ്ങയുടെ മുഖം കാണിച്ചു കൊടുക്കണം എന്നു വളരെ വിനയത്തോടെ അദ്ദേഹം പറഞ്ഞു. മുകളിലെ മാളികയുടെ തൂണിന്റെ മറവിലിരുന്ന് ഒരു വാക്കുപോലും വിടാതെ ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരുന്ന വന്ധ്യത്തേവൻ ഇപ്പോൾ ശ്രദ്ധയുടെ താഴേക്കു നോക്കി. പല്ലക്കിന്റെ തിരശീല മുൻപ് കണ്ടതുപോലെ ഒരു കൈ മാറ്റിക്കൊടുത്തു. അതൊരു സ്വർണ്ണനിറമുള്ള കൈയായിരുന്നു. മുൻപ് അവൻ കണ്ട അതേ ചുവന്ന കൈകൾ തന്നെയാണ്. എന്നാൽ അവൻ വളയലെന്ന് കരുതിയത് യഥാർത്ഥത്തിൽ രാജകുമാരന്മാരണിയുന്ന കങ്കണമായിരുന്നുവെന്ന് അവൻ ഇപ്പോൾ മനസ്സിലായി. അടുത്ത നിമിഷം പൂർണ്ണചന്ദ്രനെപ്പോലെയുള്ള ആ സ്വർണ്ണമുഖവും തെളിഞ്ഞു. മന്മഥനെപ്പോലെ മനോഹരമായ ഒരു രൂപം പല്ലക്കിൽ നിന്ന് പുറത്തുവന്ന് പുഞ്ചിരിച്ചുകൊണ്ടു നിന്നു. ആഹാ, കണ്ഠരാദിത്യദേവരുടെ പുത്രനായ യുവരാജാവ് മധുരാന്തകനാണോ ഇദ്ദേഹം? പല്ലക്കിനുള്ളിലായതുകൊണ്ട് ഒരു സ്ത്രീ ആയിരിക്കുമെന്ന് കരുതിയാണ് താനാ തെറ്റ് ചെയ്തത്. തന്നെപ്പോലെ അതേ തെറ്റു ചെയ്ത ആഴ്വാർക്കടിയാൻ മതിലിന്റെ മുകളിലൂടെ തലനീട്ടി നോക്കുന്നുണ്ടോ എന്ന് വന്ധ്യദേവൻ നോക്കി. ആ സ്ഥലത്ത് മരത്തിന്റെ നിഴൽ വീണ് ഇരുൾ മൂടിയിരുന്നതുകൊണ്ട് അവിടെയൊന്നും വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും താഴെ മധുരാന്തകദേവർ വാഴ്ക, പട്ടത്ത് യുവരാജാവ് വാഴ്ക, വിട്രുവേൽ വീരവേൽ എന്ന ആവേശകരമായ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. സദസ്സിലുണ്ടായിരുന്നവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് വാളും വേലും മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത് വന്ധ്യദേവൻ കണ്ടു. ഇനി അവിടെ നിൽക്കുന്നത് അപകടമായിരിക്കുമെന്ന് മനസ്സിലാക്കി അവൻ കിടന്നിരുന്ന സ്ഥലത്തേക്ക് വേഗത്തിൽ പോയി കിടന്നു. അധ്യായം 9. യാത്രാമധ്യേയുള്ള സംഭാഷണം. പാൽ നദിയുടെ വടക്കുഭാഗത്തുള്ള വരണ്ട പ്രദേശങ്ങളിലാണ് ഇതുവരെ വന്ധ്യത്തേവൻ തന്റെ ജീവിതം നയിച്ചിരുന്നത്. അതുകൊണ്ടുതന്നെ നദിയിലെ ഒഴുക്കിൽ നീന്താൻ അവനറിയില്ലായിരുന്നു. ഒരിക്കൽ വടക്കൻ പെണ്ണൈ നദിയുടെ തീരത്ത് കാവൽ നിൽക്കുമ്പോൾ കുളിക്കാനായി നദിയിലേക്കിറങ്ങി. പെട്ടെന്ന് ഒരു വലിയ ചുഴിയിലകപ്പെട്ടു. ആ ദുഷ്ടൻ ചുഴി അവനെ ചുറ്റിക്കറക്കി വലച്ചു. അതേസമയം താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ചുഴി വേഗത്തിൽ വന്ധ്യത്തേവന്റെ ശക്തിയെല്ലാം ഊറ്റിയെടുത്തു. ഇനി രക്ഷപ്പെടാൻ കഴിയില്ല, ചുഴിയിൽ മുങ്ങി മരിക്കേണ്ടിവരും എന്ന് വന്ധ്യത്തേവൻ നിരാശനായപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നദിയിലെ ചുഴിയിൽ നിന്ന് പുറത്തുവന്നു. ഒഴുക്ക് അവനെ തീരത്തേക്കടിച്ചെത്തിച്ച് രക്ഷിച്ചു. അന്ന് രാത്രി വന്ധ്യത്തേവൻ വീണ്ടും കിടന്നപ്പോൾ നദിയിലെ ചുഴിയിൽപ്പെട്ടുളലിയ അതേ അനുഭവം അവനുണ്ടായി. തന്റെ ഇഷ്ടമില്ലാതെ തന്നെ ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ചുഴിയിൽ വീണുപോയതായി അവനു തോന്നി.
ആ നദിയിലെ ചുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ഈ ഗൂഢാലോചനയുടെ ചുഴിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമോ? ദൈവം തന്നെ വീണ്ടും രക്ഷിക്കുമോ? അന്ന് രാത്രി കടമ്പൂർ മാളികയിൽ നടന്ന അർദ്ധരാത്രിയിലെ യോഗത്തിൽ നിന്ന് അവൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവനെ സ്തംഭിപ്പിച്ചു. ചോള സാമ്രാജ്യത്തിന് വിദേശ ശത്രുക്കളിൽ നിന്ന് നേരിട്ട ബുദ്ധിമുട്ടുകൾ മാറിയിട്ട് കുറച്ചു വർഷങ്ങളേ ആയിട്ടുള്ളൂ. യുവരാജാവ് ആദിത്യ കരികാലൻ ഒരു മഹാധീരനും യുദ്ധത്തിൽ വിദഗ്ധനുമായിരുന്നു. രാജതന്ത്രത്തിൽ ചാണക്യനും. തന്റെ ബുദ്ധിയും ചോളരാജ്യത്തിന്റെ സൈന്യത്തിന്റെ യുദ്ധവൈദഗ്ധ്യവും പൂർണ്ണമായി ഉപയോഗിച്ച് ഇരട്ടമണ്ഡലത്തിലെ കൃഷ്ണരാജാവിന്റെ ആധിപത്യം തൊണ്ടൈ മണ്ഡലത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കി. വിദേശ ശത്രുക്കൾ ഒരുവിധമില്ലാതായി. ഈ അവസ്ഥയിൽ ആഭ്യന്തര കലഹങ്ങളും ഗൂഢാലോചനകളും തലപൊക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിദേശ ശത്രുക്കളെക്കാൾ അപകടകരമായ ഈ ആഭ്യന്തര കലഹത്തിന്റെ ഫലം എന്തായിരിക്കും? ചോളരാജ്യത്തിലെ പ്രശസ്തരായ യോദ്ധാക്കളും മന്ത്രിമാരും നേതാക്കളും ഉദ്യോഗസ്ഥരുമല്ലേ ഈ ഭീകരമായ ഉദ്യമത്തിലേർപ്പെട്ടിരിക്കുന്നത്? പഴുവേട്ടേരായരും അദ്ദേഹത്തിന്റെ സഹോദരനും എങ്ങനെയുള്ളവരാണ്? അവരുടെ ശക്തിയെന്ത്? സ്വാധീനമെന്ത്? ഇന്ന് ഇവിടെ കൂടിയിരുന്ന മറ്റു വ്യക്തികളോ? എത്രമാത്രം പേരും പ്രശസ്തിയും സ്വാധീനവും വീര്യമുള്ളവരാണവർ? ഇങ്ങനൊരു കൂട്ടായ്മ ഇതാദ്യത്തേതായിരിക്കുമോ? പഴുവേട്ടരായർ മധുരാന്തകനെ ഒരു മൂടുപല്ലക്കിലിരുത്തി ഇതുപോലെ എത്ര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകും? അയ്യോ, വാർദ്ധക്യത്തിൽ ഒരു യുവതിയെ വിവാഹം കഴിച്ചത് ഈ ഗൂഢാലോചനയ്ക്ക് എത്രമാത്രം അനുകൂലമായി മാറി. ചോളസിംഹാസനത്തിന് അവകാശി യുവരാജാവ് ആദിത്യ കരികാലനാണ് എന്ന കാര്യത്തിൽ അതുവരെ വന്ധ്യത്തേവന്റെ മനസ്സിൽ ഒരു സംശയവുമുണ്ടായിരുന്നില്ല. ഒരു മത്സരമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഗന്ധരാദിത്യന്റെ പുത്രനാണ് മധുരാന്തകനെന്ന് അവൻ കേട്ടിട്ടുണ്ട്. അച്ഛനെപ്പോലെ പുത്രനും ശിവഭക്തനാണ് എന്നറിയാമായിരുന്നു. എന്നാൽ അയാൾ രാജ്യത്തിനവകാശിയാണെന്നോ അതിനുവേണ്ടി മത്സരിക്കാൻ കഴിയുന്ന ആളാണെന്നോ അവൻ കേട്ടിട്ടില്ല. ആ ചിന്ത പോലും അതുവരെ അവന്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. എന്നാൽ ശരിയും തെറ്റും എങ്ങനെയാണ്? കിരീടത്തിന് യഥാർത്ഥത്തിൽ ആരാണ് അവകാശി? ആദിത്യ കരികാലനോ മധുരാന്തകനോ? ആലോചിക്കുന്തോറും രണ്ടു പക്ഷത്തും ന്യായമുണ്ടെന്ന് തോന്നി. ഒരു മത്സരം യഥാർത്ഥത്തിലുണ്ടായാൽ ഇതിൽ ആരായിരിക്കും വിജയിക്കുക? തന്റെ കടമ എന്താണ്? ഹാഹാ, എന്തെല്ലാമോ മനക്കോട്ടകൾ കെട്ടി കാഞ്ചിയിൽ നിന്ന് യാത്ര തുടങ്ങിയതല്ലേ. യുവരാജാവ് ആദിത്യ കരികാലന് അനുകൂലമായി പ്രവർത്തിച്ച് ചോള സാമ്രാജ്യത്തിൽ വലിയ സ്ഥാനങ്ങൾ നേടാമെന്ന് ആഗ്രഹിച്ചതല്ലേ. വാണർവംശത്തിന്റെ പഴയ രാജ്യം പോലും തിരികെ കിട്ടുമെന്ന് കരുതിയതല്ലേ. ഇതിനെല്ലാം ആധാരമായി പിടിച്ച പുളിങ്കമ്പ് ഒടിഞ്ഞുപോകുമോ എന്ന ഭയം. ഈ ചിന്തകൾ കാരണം വന്ധ്യത്തേവൻ രണ്ടാമത് കിടന്നതിനുശേഷം വളരെ നേരം ഉറങ്ങാതെ കഷ്ടപ്പെട്ടു. ഒടുവിൽ 4-ാം യാമത്തിൽ കിഴക്ക് വെളുക്കാൻ തുടങ്ങിയപ്പോൾ അവനൊരുവിധം ഉറക്കം വന്നു. അടുത്ത ദിവസം രാവിലെ ഉദയസൂര്യന്റെ ചുവന്ന കിരണങ്ങൾ മുഖത്തേക്ക് അടിച്ചപ്പോഴും വന്ധ്യത്തേവൻ എഴുന്നേറ്റില്ല. കന്ദമാരൻ വന്ന് തട്ടി വിളിച്ചപ്പോഴാണ് ഞെട്ടി എഴുന്നേറ്റത്. രാത്രി നല്ല ഉറക്കം കിട്ടിയോ എന്ന് കന്ദമാരൻ അതിഥിയെ സത്കരിക്കേണ്ട രീതിയിൽ ചോദിച്ചു. പിന്നീട് അവൻ തന്നെ പറഞ്ഞു, മറ്റെല്ലാ അതിഥികളും ഉറങ്ങാൻ പോയതിനു ശേഷം ഞാനിവിടെ വന്ന് നോക്കി. നീ നല്ല കുംഭകർണ സേവയായിരുന്നോ? വന്ധ്യത്തേവൻ മനസ്സിൽ നിറഞ്ഞ ചിന്തകളെല്ലാം അടക്കിവെച്ച് പറഞ്ഞു, കുറവൈക്കൂത്ത് കണ്ടിട്ട് ഇവിടെ വന്ന് കിടന്നത് മാത്രമേ എനിക്കറിയൂ. ഇപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അയ്യോ, ഇത്രം സമയമായല്ലോ. ഉദിച്ച് ഒരു യാമം കഴിഞ്ഞിട്ടുണ്ടാകും. ഞാൻ ഉടനെ തന്നെ പുറപ്പെടണം. കന്ദമാരാ, കുതിരയെ തയ്യാറാക്കാൻ നിന്റെ ആളുകളോട് കൽപ്പിക്കുക. അതൊക്കെ ശരി. അതിനുള്ളിൽ നീ പുറപ്പെടുകയോ? എന്താണ് ഇത്ര തിരക്ക്? 10 ദിവസമെങ്കിലും ഇവിടെ തങ്ങിയിട്ട് പോകണം എന്ന് കന്ദമാരൻ പറഞ്ഞു. ഇല്ല സുഹൃത്തേ, തഞ്ചാവൂരിൽ എന്റെ അമ്മാവന്റെ സുഖമില്ല. രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് വാർത്ത വന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ വേഗത്തിൽ പോയി കാണണം, ഉടൻ തന്നെ പുറപ്പെടണം എന്നു ഒറ്റയടിക്ക് വല്ലവരായൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ തിരികെ വരുമ്പോഴെങ്കിലും ഇവിടെ കുറച്ചു ദിവസം തീർച്ചയായും താമസിക്കണം. അതിനെന്താ, അപ്പോൾ നോക്കാം. ഇപ്പോൾ ഞാൻ പുറപ്പെടാൻ അനുവാദം തരൂ. അത്ര തിരക്ക് കൂട്ടണ്ട. രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് പുറപ്പെടാം. ഞാനും നിന്റെ കൂടെ കാവേരി നദി വരെ വരാം. അതെങ്ങനെ കഴിയും? ആരൊക്കെയോ വലിയ വലിയ അതിഥികൾ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. അവരെ വിട്ടിട്ട്... നിന്നേക്കാൾ വലിയ അതിഥി എനിക്ക് ആരുമില്ല എന്നു പറഞ്ഞ കന്ദന്മാറാവൽ പെട്ടെന്ന് നിർക്കി. വന്നവർ വലിയ അതിഥികൾ തന്നെയാണ്. എന്നാൽ അവരെ ശ്രദ്ധിക്കാൻ എന്റെ അച്ഛനുണ്ട്, കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരുമുണ്ട്. നിന്നോട് ഇന്നലെ രാത്രി പോലും ഞാൻ അധികം സംസാരിച്ചില്ല. യാത്രാമധ്യേയെങ്കിലും കുറച്ചുനേരം നിന്നോട് സംസാരിച്ചാൽ മാത്രമേ എന്റെ മനസ്സിന് സമാധാനം ലഭിക്കൂ. തീർച്ചയായും ഞാൻ കാവേരി നദീതീരം വരെ വന്നേ തീരൂ എന്നു പറഞ്ഞു. ഞാൻ കാവേരി നദീതീരം വരെ വന്നേ തീരൂ എന്നു പറഞ്ഞു. എനിക്കൊരെതിർപ്പുമില്ല. നിന്റെ ഇഷ്ടം, നിന്റെ സൗകര്യം എന്ന് വന്ധ്യത്തേവൻ പറഞ്ഞു. ഒരു നാഴിക സമയത്തിനു ശേഷം 2 സുഹൃത്തുക്കളും 2 കുതിരകളിൽ കയറി ശംഭുവരയന്റെ മാളികയിൽ നിന്ന് പുറപ്പെട്ടു. കുതിരകൾ പതുക്കെയാണ് നീങ്ങിയത്. യാത്ര വളരെ സന്തോഷകരമായിരുന്നു.
പടിഞ്ഞാറൻ കാറ്റ് വഴിയിലെ പൊടി വാരിയെടുത്ത് അവരുടെ മേൽ വിതറിയതിനെപ്പോലും ആ സുഹൃത്തുക്കൾ കാര്യമാക്കിയില്ല. പഴയ ഓർമ്മകളെക്കുറിച്ചുള്ള സംഭാഷണത്തിൽ അവർ അത്രമാത്രം മുഴുകിയിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം വന്ധ്യത്തേവൻ പറഞ്ഞു, കന്തമാറാ, നിന്റെ വീട്ടിൽ ഒരു രാത്രി മാത്രമാണ് തങ്ങിയതെങ്കിലും അതെനിക്ക് വളരെ പ്രയോജനകരമായിരുന്നു. എന്നാൽ ഒരു നിരാശയുണ്ട്. നിന്റെ സഹോദരിയെക്കുറിച്ച് വടക്കൻ പെണ്ണെ നദീതീർത്ത് എന്തെല്ലാമോ വർണ്ണിച്ചിരുന്നല്ലോ. അവളെ ശരിക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല. നിന്റെ അമ്മയുടെ പിന്നിൽ ഒളിച്ചുനിന്ന് അവൾ എത്തിനോക്കിയപ്പോൾ അവളുടെ മുഖത്തിന്റെ 8-1 ഭാഗം മാത്രമാണ് കണ്ടത്. നാണവും ലജ്ജയും സ്ത്രീകൾക്കുണ്ടായിരിക്കേണ്ടതിനേക്കാൾ കുറച്ച് കൂടുതലുണ്ട് നിന്റെ അനിയത്തിക്ക്. കന്തമേറിന്റെ വായും ചുണ്ടുകളും എന്തോ പറയാൻ തിടുക്കം കാണിച്ചു. എന്നാൽ ഒരു വാക്കും പുറത്തു വന്നില്ല. എങ്കിലും സാരമില്ല, ഞാൻ തിരികെ വരുമ്പോഴേ നിന്റെ വീട്ടിൽ കുറച്ചു ദിവസം തങ്ങണമെന്ന് നീ പറഞ്ഞല്ലോ. അപ്പോൾ കണ്ടു സംസാരിച്ചാൽ മതിയല്ലോ. അതിനുള്ളിൽ നിന്റെ അനിയത്തിയുടെ മടിയും കുറച്ചൊക്കെ മാറുമല്ലോ. കർണമാറാ, നിന്റെ സഹോദരിയുടെ പേരെന്താണെന്നാണ് നീ പറഞ്ഞത്? മണിമേഖല. അയ്യോ, എന്തൊരു മനോഹരമായ പേര്. പേരുപോലെ സൗന്ദര്യവും സ്വഭാവമുണ്ടെങ്കിൽ. കർണമാറിനിടയിൽ കയറി, സുഹൃത്തെ, നിന്നോടൊരു കാര്യം ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. നിന്റെ അനിയത്തിയെ നീ മറന്നുകളയുക. അവളെക്കുറിച്ച് ഞാൻ പറഞ്ഞതെല്ലാം മറന്നുകളയുക. അവളുടെ പേരുപോലും എടുക്കരുത്. ഇതെന്താ കന്തമാറാ, ഇത് വലിയ മാറ്റമാണല്ലോ. ഇന്നലെ രാത്രി പോലും നിന്റെ വീട്ടിലേക്ക് മരുമകനായി വരാൻ പോകുന്നത് ഒരു സൂചനയായി പറഞ്ഞില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞത് സത്യമാണ്. എന്നാൽ അതിനുശേഷം മറ്റൊരു സാഹചര്യമുണ്ടായി. എന്റെ മാതാപിതാക്കൾ എന്റെ സഹോദരിയെ മറ്റൊരു സ്ഥലത്ത് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. മണിമേഖലയും അതിന് സമ്മതം മൂളി. വന്ധ്യദേവൻ മനസ്സിൽ മണിമേഖല നീണാൾ വാഴട്ടെ എന്നു പറഞ്ഞു. മണിമേഖലയെ ആർക്കാണ് വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഊഹിക്കാൻ അവന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മൂടുപല്ലക്കിൽ നിന്ന് പുറത്തുവന്ന യുവരാജാവോ മധുരാന്തകനുമായിട്ടായിരിക്കും വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടാവുക. മധുരാന്തകന്റെ പക്ഷത്തിന് ശക്തി കൂട്ടാൻ ഇങ്ങനെയൊക്കെ ബന്ധങ്ങളുണ്ടാക്കുകയാണോ? പഴുവേട്ടരായർ നല്ല സമർത്ഥം തന്നെ. ആഹാ, ഇന്നലെ രാത്രി വന്നിരുന്ന ധനികരായ അതിഥികളിൽ ഒരാളെ മരുമകനാക്കാൻ പദ്ധതിയിട്ടല്ലേ? കന്തമാറ, ഇതിലെനിക്ക് അത്ഭുതവുമില്ല, നിരാശയുമില്ല. ഞാനൊരുവിധം പ്രതീക്ഷിച്ചെന്നോ? എന്തെങ്ങനെ? എന്നെപ്പോലൊരു പാവപ്പെട്ട അനാഥന് ആര് പെൺകുട്ടിയെ കൊടുക്കും? നാടും വീടുമില്ലാത്തവനെ ഏത് പെൺകുട്ടി വിവാഹം കഴിക്കാൻ സമ്മതിക്കും? എപ്പോഴോ എന്റെ വംശത്തിൽപ്പെട്ട പൂർവികർ രാജ്യം ഭരിച്ചിരുന്നുവെങ്കിൽ അതിപ്പോഴെന്താണ് പ്രയോജനം? സുഹൃത്തെ, മതി നിർത്ത്. എന്നെക്കുറിച്ചും എന്റെ കുടുംബത്തെക്കുറിച്ചും അത്ര നിസ്സാരമായി സംസാരിക്കരുത്. നീ പറയുന്നത് ഒരു കാരണവുമല്ല. വേറെ വളരെ പ്രധാനപ്പെട്ടൊരു കാരണമുണ്ട്. അത് നീ അറിഞ്ഞാൽ നീ തന്നെ സമ്മതിക്കും. എന്നാൽ അത് ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. സമയം വരുമ്പോൾ നീ തന്നെ അറിയും. കന്തമാറ, ഇതെന്താ ഇന്ന് മുഴുവൻ രഹസ്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനെന്നോട് ക്ഷമിക്കുക. നിന്നോട് പോലും തുറന്ന് സംസാരിക്കാൻ കഴിയാത്തത്ര വലിയൊരു കാര്യമാണത്. എന്തായാലും നമ്മുടെ സൗഹൃദത്തിനൊരു കോട്ടവും വരില്ലെന്ന് വിശ്വസിക്കുക. കാര്യം വെളിപ്പെടുത്തേണ്ട സമയം വരുമ്പോൾ ഞാൻ ഓടിവന്ന് നിന്നോടായിരിക്കും ആദ്യം പറയുക. അതുവരെ എന്നിൽ വിശ്വാസമർപ്പിക്കുക. നിന്നെ ഞാൻ ഒരു നാളും കൈവിടിയില്ല എന്ന് വിശ്വസിക്കൂ. ഈ വാഗ്ദാനത്തിന് വളരെ നന്ദി. എന്നാലും എന്നെ കൈവിടിയേണ്ട ഒരു സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ മറ്റൊരാളെ വിശ്വസിച്ച് ജീവിക്കുന്നവനുമല്ല ഞാൻ കന്തമാറ. എന്റെ ഉടവാളിനെയും കൈവേലിനെയുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഉടവാളിനെയും വേലിനെയും ഉപയോഗിക്കേണ്ട സാഹചര്യം വേഗത്തിൽ വന്നേക്കാം. അപ്പോൾ നമ്മൾ രണ്ടും ഒരേ പക്ഷത്തുനിന്ന് തോളോട് തോൾ ചേർന്ന് പോരാടും. അതുവഴി നിന്റെ ലക്ഷ്യവും സഫലമാകും. ഇതെന്താണ്? ഏതെങ്കിലും യുദ്ധം വേഗം വരുമെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോ ഈഴനാട്ടിൽ നടക്കുന്ന യുദ്ധത്തിന് പോകാൻ നിനക്ക് ഉദ്ദേശമുണ്ടോ? ഈഴത്തേക്കോ? ഈഴത്തിൽ നടക്കുന്ന മനോഹരമായ യുദ്ധത്തെക്കുറിച്ച് കേട്ടാൽ നീ അത്ഭുതപ്പെട്ടു പോകും. ഈഴത്തിലെ നമ്മുടെ വീരന്മാർക്ക് വേണ്ടി ചോളനാട്ടിൽ നിന്ന് അരിയും മറ്റു ഭക്ഷ്യവസ്തുക്കളും പോകണമത്രേ. നാണക്കേട്. ഞാൻ പറയുന്നത് മറ്റൊരു കാര്യമാണ്. കുറച്ച് ക്ഷമയോടെ ഇരിക്കൂ. സമയം വരുമ്പോൾ ഞാൻ പറയാം. ദയവായി ഇപ്പോൾ എന്റെ വായിൽ നിന്നൊന്നും ചോദിച്ചെടുക്കാൻ ശ്രമിക്കരുത്. ശരി ശരി, നിനക്കിഷ്ടമില്ലെങ്കിൽ ഒന്നും പറയണ്ട. വാ പോലും തുറക്കണ്ട. കാവേരിയും കാണുന്നു എന്ന് വന്ധ്യദേവൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ അല്പം ദൂരെ കാവേരി മഹാനദിയുടെ ഒഴുക്ക് കാണാമായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്കകം സുഹൃത്തുക്കൾ നദീതീരത്തെത്തി. ആടിമാസത്തിലെ പുതിയ ഒഴുക്ക് ആ മഹാനദിയിൽ തീരം കവിഞ്ഞൊഴുകി. മറുകര വളരെ ദൂരമാണെന്ന് തോന്നി. മറുകരയിലെ മരങ്ങൾ ചെറിയ ചെടികളെപ്പോലെയായിരുന്നു.
നല്ല ചുവന്ന നിറത്തിലുള്ള വലിയ വെള്ളം ചുഴികളോടും വട്ടത്തിലുള്ള പാടുകളോടും കൂടി ഉന്മേഷത്തോടെ തീരം തകർക്കാൻ ശ്രമിച്ചുകൊണ്ട് ഹോ എന്ന ശബ്ദമുണ്ടാക്കി താഴെയുള്ള കടലിലേക്ക് അടിച്ചും മുട്ടിയും വേഗത്തിൽ പോകുന്ന കാഴ്ച കണ്ട് വന്ധ്യദേവൻ അത്ഭുതപ്പെട്ടു നിന്നു. കടവ് കടക്കുന്ന സ്ഥലത്ത് ഒരു വഞ്ചി നിന്നിരുന്നു. വഞ്ചി തുഴയുന്നവർ രണ്ടുപേർ കയ്യിൽ നീണ്ട കോലുകളുമായി തയ്യാറായി നിന്നിരുന്നു. വഞ്ചിയിൽ ഒരു മനുഷ്യൻ നേരത്തെ തന്നെ കയറിയിരുന്നു. അയാളെ കണ്ടാൽ ഒരു വലിയ ശിവഭക്തനാണെന്ന് തോന്നി. കരയിലേക്ക് വരുന്നവരെ നോക്കി, സ്വാമി, വഞ്ചിയിൽ വരാൻ പോവുകയാണോ എന്ന് വഞ്ചി തുഴയുന്നവരിൽ ഒരാൾ ചോദിച്ചു. അതെ, ഇദ്ദേഹം വരാൻ പോകുന്നുണ്ട്. വഞ്ചി കുറച്ചുനേരം നിർത്തു എന്ന് കന്തമാറാൻ പറഞ്ഞു. രണ്ടു സുഹൃത്തുക്കളും കുതിരപ്പുറത്തിരുന്ന് താഴേക്ക് ചാടി. ആലോചിക്കാതെ വന്നതാണല്ലോ. ഈ കുതിരയെ എന്തു ചെയ്യും? വഞ്ചിയിൽ കയറ്റാൻ കഴിയുമോ? ആവശ്യമില്ല. നമ്മളെ പിന്തുടർന്ന് ഇതാ രണ്ടാളുകൾ വന്നിട്ടുണ്ട്. ഒരാൾ നിന്റെ കുതിരയെ ഇവിടെ നിന്ന് കടമ്പൂരിലേക്ക് തിരികെ കൊണ്ടുപോകും. മറ്റൊരാൾ നിന്റെ കൂടെ വഞ്ചിയിൽ കയറി വന്ന് അക്കരയിൽ നിനക്ക് മറ്റൊരു കുതിരയെ തരപ്പെടുത്തും. ആഹാ, എത്ര മുൻകരുതൽ! നീയാണല്ലോ യഥാർത്ഥ സുഹൃത്ത്. പാൽ നദിയെയും പെണ്ണൈ നദിയെയും പോലെയാണ് നീ കാവേരിയെക്കുറിച്ച് കരുതിയത്. ഇതിൽ കുതിരയെ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് നീ കരുതിയിട്ടുണ്ടാവില്ല. അതെ, അങ്ങനെ നിങ്ങളുടെ ചോളരാജ്യത്തെ നദിയെക്കുറിച്ച് നിസ്സാരമായി കരുതിയതിന് ക്ഷമിക്കൂ. അപ്പപ്പ, ഇതെന്ത് നദിയാണ്, ഇതെന്തു വെള്ളമാണ്! സമുദ്രം പോലെയാണല്ലോ നിറഞ്ഞൊഴുകുന്നത്. രണ്ടു സുഹൃത്തുക്കളും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു പിരിഞ്ഞു. വന്ദിദേവൻ നദീതീരത്തൂടെ നടന്ന് വഞ്ചിയിൽ കയറി. കന്തമാറിനോടൊപ്പം വന്നയാളുകളിൽ ഒരാളും കയറി. വഞ്ചി പുറപ്പെടാൻ തയ്യാറായിരുന്നു. വഞ്ചിക്കാർ കോലിടാൻ തുടങ്ങി. പെട്ടെന്ന് കുറച്ചു ദൂരെ നിന്ന് നിർത്തൂ, നിർത്തൂ, വഞ്ചി നിർത്തൂ എന്നൊരു ശബ്ദം കേട്ടു. വഞ്ചിക്കാർ കോലിടാതെ കുറച്ചുനേരം മടിച്ചു നിന്നു. വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടി വന്നവൻ അതിവേഗത്തിൽ തീരത്ത് നടത്തേക്കെത്തി. ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ ആരാണെന്ന് വന്ദിദേവന് മനസ്സിലായി. അത് ആഴ്വാർക്കടിയാൻ നമ്പി തന്നെയായിരുന്നു. വരുന്നവൻ വൈഷ്ണവനാണെന്നറിഞ്ഞപ്പോൾ വഞ്ചിയിലുണ്ടായിരുന്ന ശൈവൻ പറഞ്ഞു, വിട്ടേക്കെ, വഞ്ചി വിട്ടേക്കെ. ആ പാഷണ്ഡനോടൊപ്പം ഞാൻ വഞ്ചിയിൽ വരില്ല. അവൻ അടുത്ത വഞ്ചിയിലെടുപ്പേ. എന്നാൽ വന്ദിദേവൻ വഞ്ചിക്കാരുടെ നോക്കി. കുറിച്ച് ക്ഷമിക്കുക, അദ്ദേഹം വരട്ടെ. വഞ്ചിയിൽ ഒരുപാട് സ്ഥലമുണ്ടല്ലോ, കയറ്റിക്കൊണ്ടുപോകാം. ആഴ്വാർക്കടിയാനിൽ നിന്ന് ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളെക്കുറിച്ച് പലതും ചോദിച്ചറിയാൻ വന്ദിദേവൻ ആഗ്രഹിച്ചു.